നമ്മളുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് നമ്മളുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്, ഓരോ ഡിവൈസുകൾ കണ്ടുപിടിച്ച് ഓരോ മെക്കാനിസംസ് കണ്ടുപിടിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടർ എന്നുള്ള രീതിക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കൗണ്ടിങ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദി പൊസിഷണൽ നമ്പർ സിസ്റ്റം. അതായത് ഇപ്പോൾ നമ്മൾ കൗണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ഓപ്പറേഷൻസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇതുപോലെയുള്ള കൗണ്ടിങ് മെക്കാനിസംസാണ് ആദ്യം ഇൻവെൻറ്റ് ചെയ്തത്. ഓരോ നമ്പർ സിസ്റ്റംസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റംസും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള സിംബൽസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് സിംബൽസാണ് ഈ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതിലേതൊക്കെ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എത്രയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇവിടെ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്, അതായത് 10 സിംബൽസ് അതിലുണ്ട്. പിന്നെ സുമേറിയൻ നമ്പർ സിസ്റ്റംസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് നമ്പർ സിസ്റ്റംസ് പറയുന്നുണ്ട്. മെസപ്പൊട്ടോമിയൻ നമ്പർ സിസ്റ്റം പറയുന്നുണ്ട്. റോമൻസ് നമ്പർ സിസ്റ്റം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മായൻസ് നമ്പർ സിസ്റ്റം പറയുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റംസ് ഓരോ ആൾക്കാർ ഇൻവെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഓരോ ബേസും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ നമ്പർ ഓഫ് സിംബൽസുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദി കമ്പ്യൂട്ടിംഗ് മെഷീൻ. ഇവിടെ നിന്നാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്കുള്ള വളർച്ച പറയണത്. അതായത് ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളൊരു ഡിവൈസ് എന്ന് പറയുന്നത് അബാക്കസ് ആണ്. അതായത് നമ്മളുടെ ഇവിടെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കൗണ്ടിങ്ങിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളൊരു മെഷീൻ, അത് അബാക്കസ് ആയിട്ടാണ് പറയുന്നത്. അത് മെസപ്പൊട്ടോമിയൻസ് ആണ് അബാക്കസ് ഇൻവെൻറ്റ് ചെയ്തത്. അബാക്കസ് എന്ന് പറയുന്നത് ഒരു മൂവബിൾ റോഡ്സ്, അതായത് കുറച്ച് മുത്തുകളൊക്കെ ഒരു ഇതിലിട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ബീഡ്സിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ കണക്ക് കൂട്ടിയൊക്കെയാണ് നമ്മൾ കൗണ്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തൊരു കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അബാക്കസ് ആണ്. 1 വേർഡൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അബാക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നേപ്പിയേഴ്സ് ബോൺസ്. നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൂടുതലായിട്ടും മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. 2 to 9 വരെയുള്ള നമ്പേഴ്സിനെ എടുത്തിട്ട് ഓരോ 1 തൊട്ടുള്ള ഓരോ നമ്പേഴ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പോലെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ജോൺ നേപ്പിയർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ. അപ്പോൾ അതിനെ നമ്മൾ നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാസ്കലൈൻ എന്ന് പറയുന്നത് ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്നൊരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ് നമ്മളുടെ പാസ്കലൈൻ എന്ന് പറയുന്നൊരു കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. ഇതിൽ നമുക്ക് സബ്ട്രാക്ഷനും അതുപോലെ തന്നെ അഡീഷനും ഡയറക്റ്റ്ലി ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഓപ്പറേഷൻസൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാമെന്നുള്ള രീതിക്കൊക്കെ ആയിട്ടാണ് പാസ്കലൈൻ എന്ന് പറയുന്നൊരു കാൽക്കുലേറ്റർ ബ്ലേസ് പാസ്കൽ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ അബാക്കസ് നമ്മളുടെ ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് മെഷീനായിട്ട് കൺസിഡർ ചെയ്യണു. അതുപോലെ തന്നെ നേപ്പിയേഴ്സ് ബോൺസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അബാക്കസിൽ അഡീഷനൊക്കെ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്പായി നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായി. അത് കഴിഞ്ഞപ്പോൾ പാസ്കലൈനിലേക്ക് എത്തി. പാസ്കലൈനിലായപ്പോൾ എന്താ, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനും ഒക്കെ നമുക്ക് ഒന്നുകൂടി പോസിബിളായിട്ട് പറ്റി.